വർഷങ്ങളായി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ എഞ്ചിൻ വേഗത കൈവരിക്കുന്നതായി തോന്നുന്നു. നിക്ഷേപം നയിക്കുന്ന വളർച്ച. സർക്കാരിന്റെ മൂലധന ചിലവ്, അതായത് ദീർഘകാല ആസ്തികളിലെ സർക്കാരിന്റെ നിക്ഷേപം, അതായത് റോഡുകൾ, ഹൈവേകൾ, പാലങ്ങൾ തുടങ്ങിയവ 2020 സാമ്പത്തിക വർഷത്തിൽ 3.3 ലക്ഷം കോടി രൂപയിൽ നിന്നും 2024 സാമ്പത്തിക വർഷത്തിൽ 8 ലക്ഷം കോടി രൂപയിലധികമായി വളർന്നു. അതൊരു ഗണ്യമായ കുതിച്ചുചാട്ടമാണ്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ കൂടുതൽ സുസ്ഥിരമായ ദീർഘകാല ആക്കം കൈവരിക്കുന്നതിനുള്ള അടിത്തറ പാകുന്നതായിരിക്കും ഇത്. റോഡുകളും റെയിൽവേകളും മുതൽ പ്രതിരോധം വരെ ഇന്ത്യ പുതിയ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ടാകാം. ചില നിക്ഷേപകർ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അധ്യായം 1. ഗവൺമെന്റ് മുന്നിൽ നിന്ന് നയിക്കുന്നു. ഇത് നയപരമായ തലക്കെട്ടുകളെക്കുറിച്ചല്ല, ദൃശ്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. റോഡ് മൂലധനം 2020 സാമ്പത്തിക വർഷത്തിൽ 57,595 കോടി രൂപയിൽ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ 2,03,763 കോടി രൂപയായി വർദ്ധിച്ചു. റെയിൽവേയുടെ ചിലവ് 2020 സാമ്പത്തിക വർഷത്തിൽ 50,828 കോടി രൂപയിൽ നിന്ന് 2024 സാമ്പത്തിക വർഷത്തിൽ 1,87,436 കോടി രൂപയായി വർദ്ധിച്ചു. ദേശീയപാത നിർമ്മാണം 2023 സാമ്പത്തിക വർഷത്തിൽ 13,327 കിലോമീറ്ററിലെത്തി. 2021 സാമ്പത്തിക വർഷത്തിൽ ഇത് 10,885 കിലോമീറ്റർ ആയിരുന്നു. പ്രതിരോധം, താങ്ങാനാവുന്ന വിലയിലുള്ള ഭവനങ്ങൾ എന്നിവയ്ക്ക് പോലും കൂടുതൽ വിഹിതം ലഭിച്ചു. ദീർഘകാല അടിസ്ഥാനത്തിൽ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്താൻ കഴിയുന്ന ആസ്തികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അധ്യായം 2. സ്വകാര്യ നിക്ഷേപത്തിന് അടിത്തറയിടൽ. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൊതുമേഖലാ ചിലവുകൾ വർദ്ധിക്കുന്നത് സ്വകാര്യ മേഖലാ കമ്പനികളെ അവരുടെ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാകാം എന്നതാണ്. ഇത് കമ്പനികളുടെ കടബാധ്യത കൂടുതൽ കൈകാര്യം ചെയ്യാവുന്നതാക്കി. നിഷ്ക്രിയ ആസ്തികൾ (NPA) കുറഞ്ഞു. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് (PLI) സ്കീം, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ സംരംഭങ്ങൾ ക്രമേണ ഉൽപാദനത്തിന് കൂടുതൽ പിന്തുണയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി 2024 സാമ്പത്തിക വർഷത്തിൽ പുതിയ പദ്ധതികളുടെ 59% ഉൽപാദന മേഖലയിലായിരുന്നു. ഇത് സ്വകാര്യ മൂലധനത്തിൽ മന്ദഗതിയുള്ളതും എന്നാൽ സ്ഥിരവുമായ വർധനവിനെ സൂചിപ്പിക്കാം. അധ്യായം 3. ആർക്കാണ് പ്രയോജനം ലഭിക്കുക? ഈ മാറ്റത്തിൽ നിന്ന് പ്രയോജനം നേടാൻ ചില കമ്പനികൾക്ക് നല്ല സ്ഥാനമുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ ഓർഡറുകൾ വരുന്നതായി കണ്ട ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനങ്ങൾ, മൂലധന വസ്തുക്കൾ, വൈദ്യുതി, ലോജിസ്റ്റിക്സ്, റെയിൽ ടെക് വിഭാഗങ്ങൾ എന്നിവയിൽ കൂടുതൽ താൽപര്യം കാണപ്പെടുന്നു. സിമന്റ്, ഭവന നിർമ്മാണം, നിർമ്മാണ ബിസിനസ്സുകൾ പോലും ഉയർച്ചയിൽ പങ്കാളികളാകുന്നു. ദീർഘകാല വിഷയങ്ങൾ നോക്കുന്ന നിക്ഷേപകർക്ക് ഉപഭോഗത്തിൽ നിന്ന് നിക്ഷേപം നയിക്കുന്ന വളർച്ചയിലേക്കുള്ള ഈ മാറ്റം ഒരു പുതിയ കാഴ്ചപ്പാട് നൽകിയേക്കാം. ICICI പ്രുഡൻഷ്യലിന്റെ മേഖലാ വിഷയാധിഷ്ഠിത പദ്ധതികൾ അത്തരം ഘടനാപരമായ പ്രവണതകൾ പിടിച്ചെടുക്കാൻ സഹായിച്ചേക്കാം. കാരണം ചിലപ്പോൾ നിശബ്ദമായി നിർമ്മിക്കുന്നത് കാലക്രമേണ വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ നിക്ഷേപകഥകൾക്കായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക.